ഹായ് ഹലോ ഫ്രണ്ട്സ്, ചെമ്പനീർ പൂവിൻ്റെ ഇനിയൊരു വരാനിരിക്കുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാവും നമ്മുടെ ചന്ദ്രമതിക്ക് മലേഷ്യത്തെ കാര്യം ഓർമ്മ വരുന്നത്. അങ്ങനെ നമ്മുടെ ശ്രുതിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല ശ്രുതി, നിൻ്റെ അച്ഛൻ എന്താ വരും വരും എന്ന് പറയാമെന്നല്ലാണ്ട് എന്താ വരാത്തത്? ഫ്ലൈറ്റ് ഇറങ്ങി, എയർപോർട്ടിൽ നിന്ന് വന്നു എന്നൊക്കെയാണല്ലോ നീ പറഞ്ഞുകൊണ്ടിരിക്കണത്. എന്താ നീ ഒന്നും പറയാത്തത്? എവിടെ എത്തി നിൻ്റെ അച്ഛൻ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ ശ്രുതിക്ക് ഒന്നും പറയാൻ കിട്ടണില്ല. അപ്പം ഇങ്ങനെ അറിയില്ല അങ്ങനെ മുക്കി മൂളിയൊക്കെ വർത്താനം പറയാണ് നമ്മുടെ ശ്രുതി ഇട്ടാ. പിന്നീട് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മുടെ ശ്രുതിക്ക് എടുക്കാൻ പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ചന്ദ്രമതി ശ്രുതിയുടെ റൂമിലേക്ക് ചെല്ലാണ്. അപ്പോൾ ശ്രുതിൻ്റെ അടുത്ത് വെച്ച് പറയാണ്, ഇവിടെ വർഷൻ്റെ അച്ഛനും അമ്മയൊക്കെ എപ്പോഴും വരും വർഷനെ കാണാനും സംസാരിക്കാനൊക്കെ ആയിട്ട്. അതേമാതിരി നമ്മുടെ രേവതിയുടെ അമ്മയും വരലുണ്ട് ഇവിടേക്ക്. മാസത്തിൽ 2 വട്ടെങ്കിലും അവളെ കാണാൻ വരും. പക്ഷേ എനിക്ക് താല്പര്യമില്ലാഞ്ഞിട്ടാന്നൊക്കെ പറയാണ് നമ്മുടെ ചന്ദ്രമതി. നിൻ്റെ അച്ഛന് ഇതുവരെയും ഇവിടേക്ക് വന്നിട്ടില്ല. നിൻ്റെ കല്യാണം നടത്തിയതൊക്കെ ഞാൻ തന്നെ. ഈ കല്യാണത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഭയങ്കര നാവായിരുന്നു. അപ്പോൾ ഈ കല്യാണം നടത്തിയതൊക്കെ ഞാനാ. എന്നിട്ട് പോലും ഞാൻ ഇതുവരെ നിൻ്റെ അച്ഛനെ കണ്ടിട്ടില്ല, സംസാരിച്ചിട്ടില്ല. എന്നോട് സംസാരിക്കണ്ട, നിന്നോട് സംസാരിക്കണതെങ്കിലും ഞാൻ കേട്ടിട്ടില്ല. അപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിൻ്റെ അടുത്ത് ഇങ്ങനെ ചൂടാവാണ്. ഇനി നിൻ്റെ അച്ഛന് ഇവിടേക്ക് വരണം, എന്തായാലും എത്രയും പെട്ടെന്ന് വരണം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയും വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നീ ഈ കുടുംബത്ത് നിൽക്കണോ വേണ്ടേന്നൊക്കെ ഞാൻ തീരുമാനിക്കും. ഇത് നീ ഓർത്ത് വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ശ്രുതിനോട് ദേഷ്യപ്പെട്ടിട്ട് പോവാണ് ചന്ദ്രമതി. പിന്നീട് ഈ വിവരം നമ്മുടെ ശ്രുതി മീരയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ മീരയും ശ്രുതിയും കൂടി അന്ന് വന്ന അങ്കിളിനെ വീണ്ടും വീട്ടിലേക്ക് വരുത്തിക്കുകയാണ്. അപ്പോൾ ശ്രുതിയുടെ അച്ഛൻ ജയിലിലാണെന്നും ബിസിനസ് പൊളിഞ്ഞിട്ട് ജയിലിൽ ആരൊക്കെ ചേർന്ന് കുടുക്കിയതാണെന്നൊക്കെ പറയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ശ്രുതിൻ്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്ത് കൂട്ടാട്ടാ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടെ സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്